നമസ്കാരം. ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം മോഹൻലാൽ ശബരിമലയിൽ മമ്മൂട്ടിക്ക് വേണ്ടി വഴിപാട് നടത്തി. മമ്മൂട്ടിക്ക് ഏതോ ഒരു അസുഖം പിടിപെട്ട് ആശുപത്രിയിലായതിനാൽ മോഹൻലാൽ ശബരിമലയിലെത്തി വഴിപാട് നടത്തി. അതെല്ലാവരും കൊണ്ടാടുകയാണ്. മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ നടത്തി എന്നുള്ളതല്ല വിഷയം. ഒരു മുസ്ലിമിന് വേണ്ടി ഒരു ഹിന്ദു വഴിപാട് നടത്തി. അവിടെയും മതമാക്കി. 40-45 വർഷം ഒന്നിച്ച് ജോലി ചെയ്തിരുന്ന രണ്ട് സുഹൃത്തുക്കൾ ഒരു സുഹൃത്തിന് വേണ്ടി വഴിപാട് നടത്തിയപ്പോൾ അവിടെയും മതം തിരികെ കയറ്റി നാറിയൽ. ഞാൻ എത്രയോ പേർക്ക് വേണ്ടി വഴിപാട് നടത്തിയിട്ടുണ്ട്. എൻ്റെ മുസ്ലിം സുഹൃത്തുക്കൾ, ക്രിസ്ത്യാനി സുഹൃത്തുക്കൾ. ഞാനിതൊന്നും മുസ്ലിമായിട്ടും ക്രിസ്ത്യാനിയായിട്ടും ഒന്നും കണ്ടിട്ടില്ല. നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം ചെയ്യുക. ഒരു ഈശ്വരാനുഗ്രഹം അവർക്കുണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ, അത് ചെയ്യുക, അത്രമാത്രം. അവിടെയും മതവും ജാതിയും ഒക്കെ കുത്തിക്കയറ്റുന്ന വിവരദോഷികളായ മലയാളികളെ വേണം തൊഴിക്കാൻ. ഞാൻ ഫേസ്ബുക്കിൽ ഒത്തിരി പോസ്റ്റുകളുണ്ട്. ഇതാണ് മതേതരത്വം എന്നൊക്കെ പറഞ്ഞു. അവർ മതം നോക്കിയില്ല, ജാതി നോക്കിയില്ല, വർഗം നോക്കിയില്ല, വർണ്ണം നോക്കിയില്ല. സുഹൃത്തുക്കൾ എന്ന നിലയിൽ ഒരാൾക്ക് വേണ്ടി വഴിപാട് നടത്തി. അങ്ങനെ കാണാൻ ഒരു തെണ്ടിക്കും കഴിഞ്ഞില്ല. ഇത്ര വൃത്തികെട്ടവന്മാരായി പോയല്ലോ നമ്മുടെ ആൾക്കാർ. മതേതരത്വം പറയുന്ന നാറികളാണ് ഏറ്റവും വലിയ മതവാദികൾ, മത തീവ്രവാദികൾ. അവരെയാണ് സൂക്ഷിക്കേണ്ടത്. മമ്മൂട്ടിയും മോഹൻലാലും ഒന്നും മനസ്സിൽ പോലും കരുതി കാണത്തില്ല ഇങ്ങനൊരു വേർഷൻ. മോഹൻലാൽ ശബരിമലയ്ക്ക് പോയത് ഒരു വാർത്തയായി, അദ്ദേഹം ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് അദ്ദേഹം വഴിപാട് നടത്തി. അതും ശ്രദ്ധിച്ച് കാണും പലരും. മോഹൻലാൽ മനഃപൂർവ്വം ഇത് വെളിയിൽ വിട്ടതായിരിക്കത്തില്ല. പക്ഷേ അത് ചികഞ്ഞെടുത്ത് മോഹൻലാലിനെ ഹിന്ദുവാക്കി, മമ്മൂട്ടിയെ മുസ്ലിമാക്കി. ഇവർ ഏകോദര സഹോദരങ്ങളാണെന്ന് പറയുന്നു. ഇവർക്ക് മതചിന്തയില്ലെന്ന് പറയുന്നു. അവർ തമ്മിൽ സ്നേഹമാണെന്ന് പറയുന്നു. എന്തൊക്കെ ആഭാസത്തരങ്ങളാണ്! കഷ്ടം എന്നേ പറയുള്ളൂ. നന്ദി, നമസ്കാരം.